ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വെൽക്കം ബാക്ക് ടു അനദർ ട്രെയിലർ റിയാക്ഷൻ വീഡിയോ. സോ ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്ന ഒരു ട്രെയിലർ റിയാക്ഷൻ ആയിരിക്കും. കാരണം ടോക്സിക്കിൻ്റെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. സോ ക്ലിംസ് കുറേ സംഭവങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ടീസർ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, വലിയ ക്യാൻവാസ്, ഭയങ്കര വലിയ സെറ്റപ്പൊക്കെ ഉണ്ട്. ഓ, ഫാസ്റ്റ് കട്ടാണോ ടീസർ? നൈസ്. ചൈനയിലൊക്കെ പോകുന്നുണ്ടല്ലോ, വൻ സെറ്റപ്പുകളൊക്കെ സീനായിട്ടുണ്ട്. ഓ, അതിൻ്റെ ഇടയിൽ ഒരു സാധനം പോയില്ല. മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസ്. ഓ, സെറ്റപ്പ് സീൻ ഒരു രക്ഷയില്ല. ചൈനയിലൊക്കെ പരിപാടിയുണ്ട്. ആനയുണ്ട്. ഗിവ് അപ്പ് ചെയ്യാനാണ് പറയണത്. ഞാൻ കണ്ട് പറയും. ഓ, സീൻ. ഭയങ്കര ഫാസ്റ്റ് കട്ടായിട്ടാണ് ടീസർ എഡിറ്റ് ചെയ്തത്. അതെന്തായാലും അടിപൊളി, എനിക്കിഷ്ടമായി. ഇനി അണ്ണൻ്റെ എൻട്രി. ഓ, മാസ് ഡയലോഗ്. പക്ഷെ ഇതെന്താ ആ ബുക്ക് പറഞ്ഞ് സെറ്റാക്കി തോന്നുന്നില്ല. ഈ ലുക്ക് കൊള്ളാം. ഇത് കൊള്ളാം. ഗീതു മോഹൻദാസ് ഫിലിം. ഓ, റോക്കി സ്റ്റാർ യഷ്. ഓ, ലുക്ക് കൊള്ളാം. ടോക്സിക്. ഇതാണ് വില്ലനാണ്. യഷിൻ്റെ ഒരു ഇതുള്ള പോലെ തോന്നിയില്ല. ഇൻടോക്സിക്കേറ്റിംഗ് ദി വേൾഡ് ഓൺ 19/3/2026. ഓക്കെ, സോ ഇതിൽ ലാസ്റ്റ് കാണിച്ച ശരിക്കും യശ് തന്നെയാണോ അതോ വേറെ ഒരു വില്ലൻ ക്യാരക്ടറാണോ? കാരണം മീശയുണ്ട്, താടിയൊന്നുമല്ല, ഫുൾ ക്ലീൻ ഷേവ് ചെയ്തിട്ട്. സംഭവം മനസ്സിലാവണില്ല. പക്ഷെ പുള്ളിയുടെ പോലെ ഒരു സൈഡ് കട്ട് കാണുമ്പോൾ പുള്ളിയുടെ പോലുള്ള പോലെ തോന്നി. ഇനി എനിക്ക് തോന്നിയതാണെന്നൊന്നും അറിയില്ല. നിങ്ങളുടെ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത്. സോ ടീച്ചർ കണ്ടിട്ട് വലിയ സീനില്ല, നല്ല ഫാസ്റ്റ് കട്ടായിട്ട് ടീച്ചർ എഡിറ്റ് ചെയ്ത ആളെന്തായാലും സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയ ക്യാൻവാസിലുള്ള സെറ്റപ്പാണ്, സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. സോ എന്താവുന്നുള്ള അറിയില്ല. പിന്നെ ഈ പടം ഇറങ്ങുന്നതാണ്, ഡേറ്റാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിറങ്ങുന്നുണ്ട്, ദുരന്തർ 2 വരുന്നുണ്ട്, ആട് 3 ഒക്കെ കൂടി ഒരു ദിവസം ഇറക്കണം. എന്ത് ചെയ്യുന്നറിയില്ല. എന്തായാലും നമുക്ക് പടം കാണാം, സംഭവം അടിപൊളിയാവട്ടെ. സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോ കാണാൻ എല്ലാവർക്കും